വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ഹൈക്കോടതിയിൽ വിവിധ തസ്തികകളിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റർ ഉണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ഇങ്ങനെ ധാരാളം തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ തസ്തികകളിലും എത്രയോ ഒഴിവുകളുണ്ട്, അതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ അകത്ത് യോഗ്യത ഡിഗ്രിക്കാരുണ്ട്, BE, BTech എല്ലാ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കേരള ഹൈക്കോടതിയിൽ വിവിധ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു. 49 ഒഴിവുകളാണ് ഉള്ളത്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം. വ്യത്യസ്ത വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ട്രാൻസ്ലേറ്റർ ഒഴിവ് 20 എണ്ണമാണ് ട്രാൻസ്ലേറ്ററുടെ ഒഴിവുള്ളത്. അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 31,020 രൂപയാണ് ശമ്പളം. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. അടുത്തതായിട്ട് ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവെന്ന് പറയുന്നത് 16 ഒഴിവുകളാണ് ഉള്ളത്. അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 30,000 രൂപയാണ്. യോഗ്യത അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നേടിയ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഷയത്തിലുള്ള 3 വത്സര ഡിപ്ലോമയും ഗവൺമെന്റ് വകുപ്പുകൾ അല്ലെങ്കിൽ കോടതികൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട മേഖലയിലുള്ള 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ആവശ്യമുണ്ട്. അതിൻ്റെയും പ്രായപരിധി 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടെ. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതിന്റെ ഒഴിവെന്ന് പറഞ്ഞാൽ 12 ഒഴിവുകളാണുള്ളത്. ശമ്പളം 22,240 രൂപയാണ്. യോഗ്യത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സിലുള്ള 3 വത്സര ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ഡേറ്റ എൻട്രി ഓപ്പറേഷൻസ് തത്തുല്യ കോഴ്സുള്ള സർട്ടിഫിക്കറ്റും ഗവൺമെന്റ് വകുപ്പുകൾ അല്ലെങ്കിൽ കോടതികൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിലുള്ള 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഇതിന്റെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അടുത്തത് സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 60,000 രൂപയാണ്. യോഗ്യത MCA, BE, BTech, IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. ഇതിന്റെ പ്രായം എന്ന് പറയുന്നത് 1984 ജനുവരി 2-നും 2007 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതിന്റെ അപേക്ഷാ ഫീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് 600 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയുമാണ് ഫീസ്. അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ അടയ്ക്കാവുന്നതാണ്. ഇതിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ലേറ്റർ തസ്തികയിൽ ഒഴികെ മറ്റ് തസ്തികകളിലേക്ക് എഴുത്തു പരീക്ഷ, അഭിമുഖം, സ്കിൽ ടെസ്റ്റ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടത്തിയാവും തെരഞ്ഞെടുപ്പ്. ട്രാൻസ്ലേറ്റർ തസ്തികയിൽ ട്രാൻസ്ലേഷൻ അഭിമുഖം നടത്തിയാണ് തിരഞ്ഞെടുക്കുക. 50 മാർക്കിന്റെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ട്രാൻസ്ലേഷൻ പരീക്ഷയാണ് നടത്തുക. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നുമൊക്കെ തിരിച്ചുള്ള വിവർത്തനമായിരിക്കും പരീക്ഷയിൽ ഉണ്ടാവുക. അപേക്ഷ HC, KRE റിക്രൂട്ട്മെന്റ് kerala.codes.in എന്ന വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ അതുപോലെ തന്നെ ഫോട്ടോ, ഒപ്പ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവസാന തീയതി ഡിസംബർ 16-നാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി.
ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വിശദ വിവരം അറിയുന്നതിന് വേണ്ടിയിട്ട് www.hck.recruitment.keralacodes.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാ വിശദ വിവരങ്ങളും അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിരവധി തസ്തികകളിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ തസ്തികകളിലും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വെബ്സൈറ്റിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആ വെബ്സൈറ്റ് നോക്കിയാൽ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.